ഗായ്സ്, ഇന്ന് ഇവിടെ മാർച്ച് 23 ഒരു നല്ലൊരു സൺഡേ ഈവനിങ് ആയേക്കാണ്. നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് ക്രോട്ടോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ക്രോട്ടോണിൻ്റെ ഒരു റിസർവോയറിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഡാമിൽ നിന്നാണ് ന്യൂയോർക്ക് സിറ്റിയിലോട്ട് തന്നെ വെള്ളം എത്തുന്നത്. ന്യൂയോർക്ക് സിറ്റിയിൽ വെള്ളം കുളിക്കാനും കുടിക്കാനും എല്ലാം വരുന്നത് ഈ റിസർവോയറിൽ നിന്നാണ്. ആക്ച്വലി 2 എണ്ണം ഉണ്ട്, പക്ഷേ അതിലൊന്ന് ഇതാണ് മെയിൻ ആയിട്ടുള്ള സോഴ്സ്. സോ ഇവിടെ ആക്ച്വലി ഒരു സ്പിൽവേ ഉണ്ട്. ഈ സ്പിൽവേ കാണാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടോട്ട് വന്നത്. അതും എന്താ പറയുക, ഒരു എപ്പിക് വാട്ടർഫോൾസിനെ പോലെയാണ് ഈ സ്പിൽവേ. ഇത് നല്ല എന്താ പറയുക ഭംഗിയായിട്ടുള്ളൊരു എന്താ സ്റ്റെപ്പായിട്ട് വരുന്ന ഒരു ഫോൾസാണ്. കാണുമ്പോൾ തന്നെ എന്താ പറയുന്നത് കുറേ ബട്ടർ മിൽക്ക് വാട്ടർഫോൾസൊക്കെ നമ്മൾ പോയിട്ടില്ല, അതുപോലെയൊക്കെ ഈ ഞങ്ങൾ ട്രിപ്പ് കപ്പിളിൽ കണ്ടേക്കുന്ന കുറേ വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള വാട്ടർഫോൾസ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. സോ ഇതിന് ചുറ്റുമായിട്ട് ഒരു റോഡുണ്ട്. റോഡാണെങ്കിൽ മണ്ണും കൊണ്ടുള്ള റോഡ്, ഓഫ് റോഡ് എന്ന് പറയും. അപ്പോൾ അതിൽ ഞങ്ങളുടെ ഡിഫൻഡറും കൊണ്ടൊന്ന് നന്നായിട്ട് ചുറ്റിക്കാറുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഈവനിങ്സിന് ഞങ്ങൾ വരുന്ന സ്ഥലമാണ്. സോ നമുക്ക് അടുത്ത് പോയി സ്പിൽവേയുടെ അടുത്ത് പോയുള്ള കാഴ്ചകൾ നോക്കാം. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മരം കാണാൻ പറ്റും. ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കണം എന്ന് പറയണ പോലെ ഒരു മരമാണ്. വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു മരം. ഇത് ഇത്രയും വാട്ടർഫോൾസ് ഉണ്ട്. അവിടെ മണ്ണ് ഇങ്ങനെ വന്നു, ചിലപ്പോൾ മണ്ണ് ഇതിൽ നിന്ന് വല്ലതും എങ്ങനെയോ ഇച്ചിരി മണ്ണ് വന്ന് അതിൽ പിടിച്ച് വളർന്നു വരുന്ന ഒരു മരം. നോക്കി, ഹലോ ഗൈസ്, നമ്മൾ അടിപൊളി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയും വെള്ളം വരുന്നത്. ഇന്നലെ മഴ ഉണ്ടായെന്ന് അറിയാൻ പറഞ്ഞല്ലോ. മഴയിൽ ഇങ്ങനെ കുത്തി ഒലിച്ച് ഇങ്ങനെ വെള്ളം വരണം, ഭയങ്കര ഭംഗിയാണ്. ആക്ച്വലി ഇപ്പോൾ ഏകദേശം 4 മണി സമയമായി. അപ്പോൾ സൂര്യൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഞങ്ങളിവിടെ വരുന്ന വഴിക്ക് ആക്ച്വലി സൂര്യൻ ഈ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് മഴവിൽ റെയിൻബോ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം, പറ്റുകയാണെങ്കിൽ അടിപൊളി റെയിൻബോയുടെ കുറച്ച് വീഡിയോ എടുക്കാം. നേരെ ഓപ്പോസിറ്റാണ്. ആക്ച്വലി ഈ വെള്ളം പോണത് ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ്. ഇതിലിങ്ങനെ വെള്ളം വീണിട്ട് ഇങ്ങനെ ഒഴുകി ഒരു പാലത്തിൻ്റെ അടിയിൽ പോകും. അപ്പോൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ വാട്ടർഫോളും കിട്ടും. നമ്മുടെ ബാക്കിലായിട്ടാണ് സൂര്യനുള്ളത്. അപ്പോൾ നേരെ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് റെയിൻബോ കാണാൻ പറ്റും. നമുക്ക് പോയി നോക്കാം, കാണാൻ പറ്റുമോ ഒന്നും കൂടി. ലെറ്റ്സ് ഗോ. ഈ വെള്ളത്തിലേക്ക് നോക്കിക്കോ ബേബി, കാണാമോ? നീ താഴെ നോക്കടേക്കോ, കാണാമോ?